ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഒരു ഏത്തപ്പഴമാണ്. ഏത്തപ്പഴമൊക്കെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റായി കഴിഞ്ഞാൽ അത് പാനിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏത്തപ്പഴം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഏത്തപ്പഴവും വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടും മാവ് നല്ല തിക്കായതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുക്കുകയാണ്. മാവ് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴവും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്ക ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചിരകിയ തേങ്ങ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് തേങ്ങയും ഏത്തപ്പഴവും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അല്പം നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് സ്റ്റീമറിലോ ഇഡലി പാത്രത്തിലോ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലും ഒഴിച്ച് ഇതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് ഒരു സ്റ്റീമറിൽ ആവി വരുന്ന സമയത്ത് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റീമറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂട് മാറിയതിന് ശേഷം ഒരു കത്തി കൊണ്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഈ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. തൊലി കറുത്തുപോയ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. മാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.